السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين أبي الله أما بعد. عن ابن عباس رضي الله عنهما قال إن النبي صلى الله عليه وسلم لقي ركبا بالروحاء فقال من القوم؟ قالوا المسلمون. فقالوا من أنت؟ قال رسول الله. فرفعت إليه امرأة صبيا فقالت ألي هذا حج؟ قال نعم ولك أجر. رواه مسلم. സഹാബി പ്രമുഖനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ നിവേദനം ചെയ്യുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റൗഹ എന്ന് പറയുന്ന സ്ഥലത്ത്, മദീനയിൽ നിന്നും 40 മൈൽ അകലെയുള്ള റൗഹ എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ഒരു സംഘത്തെ കണ്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, മനിൽ ഖൗമു, നിങ്ങൾ ഏത് സമൂഹമാണ്? ഖാലു, അവർ പറഞ്ഞു, അൽ മുസ്ലിമൂന, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്. ഫഖാലു, അവർ ഇങ്ങോട്ട് ചോദിച്ചു, മൻ അൻത, അങ്ങാരാണ്? ഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ്, അല്ലാഹുവിന്റെ റസൂലാണ്. ഫറഫഅത് ഇലൈഹി ഇംറഅത്തുൻ സബിയ്യൻ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഒരു സ്ത്രീ ഒരു ചെറിയ കുട്ടിയെ ഉയർത്തിപ്പിടിച്ചു. എന്നിട്ട് ഫഖാലത്ത്, അവർ ചോദിച്ചു, വലിഹാദാ ഹജ്ജുൻ, ഈ കുട്ടിക്ക് ഹജ്ജുണ്ടോ? ഈ കുട്ടി ഹജ്ജ് ചെയ്താൽ സഹിയാകുമോ? ഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം, അതെ, ചെറിയ കുട്ടികൾ ഹജ്ജ് നിർവഹിച്ചാൽ സഹിയാകും. വലക്കി അജ്റുൻ, നിനക്കതിന്റെ കൂലിയും ലഭിക്കും. ആ കുട്ടിയെ കൊണ്ട് ഈ ഹജ്ജ് എന്ന സൽക്കർമ്മം ചെയ്യിപ്പിച്ചതിന്റെ, അതിനു വേണ്ടി ത്യാഗം ചെയ്തതിന്റെ കൂലി, പ്രതിഫലം നിനക്കും ലഭിക്കും എന്ന് ആ സഹോദരിയോട്, ആ സ്ത്രീയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വഫഖന അല്ലാഹ്.